എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള എന്നാൽ ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ആത്മീയതയും മാംസാഹാരവും. അതായത് സ്പിരിച്വാലിറ്റിയും നോൺ വെജ് ഭക്ഷണവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ നോൺ വെജ് കഴിക്കുന്ന ഒരാൾക്ക് ആത്മീയമായിട്ട് ഉയരാൻ പറ്റുമോ? അല്ലെങ്കിൽ ആത്മീയ വഴിയിൽ വളരണമെങ്കിൽ നോൺ വെജ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് വളരെ ലളിതമായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അത് വെറും ഒരു പൂജയോ പ്രാർത്ഥനയോ ഒന്നുമല്ല. നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ചൈതന്യത്തെ അറിയുക, പ്രകൃതിയോടും മറ്റുള്ള ജീവജാലങ്ങളോടും സ്നേഹത്തോടെയും കരുണയോടെയും ജീവിക്കുക എന്നതാണ് ആത്മീയതയുടെ അർത്ഥം. ഇതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയൊരു പങ്കാണുള്ളത്. നമ്മുടെ പഴമക്കാരും യോഗികളും സിദ്ധറുകളും ജ്ഞാനികളും മഹാന്മാരും എല്ലാവരും പറയുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നുവോ അതുപോലെയായിരിക്കും നമ്മുടെ ചിന്തകളെന്നാണ്. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നിർമ്മിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. ഭാരതീയ തത്വചിന്തയ്ക്കനുസരിച്ച് ഭക്ഷണത്തെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: സാത്വികം, രാജസികം, താമസികം. അപ്പോൾ ഇതിൽ പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ ഇവയൊക്കെയും സാത്വിക ഭക്ഷണമാണ്. ഇതെല്ലാം കഴിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ശാന്തതയും ഉണർവും ഒക്കെ അനുഭവിക്കാൻ കിട്ടും. ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഈ ശാന്തത വളരെ ആവശ്യമുള്ള കാര്യവുമാണ്. എന്നാൽ മാംസാഹാരം എന്ന് പറയുന്നത് താമസിക ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്. ഒരു ജീവിയുടെ മാംസം ദഹിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ശരീരം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, ഒരുപാട് ഊർജ്ജം അതിനായിട്ട് ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര മടിയും ഉറക്കവും ക്ഷീണവും ഒക്കെ വരുന്നത്. നമ്മുടെ ശരീരം തളർന്നിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഏകാഗ്രത കിട്ടില്ല. അതാണ് കാര്യം. മനസ്സ് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രധാന വശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ജീവി അല്ലെങ്കിൽ ഒരു മൃഗം, ഒരു പക്ഷി കൊല്ലപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഭയം, വേദന, ദേഷ്യം ഇതൊക്കെയും ആ ജീവിയുടെ ശരീരത്തിലെ കോശങ്ങളിൽ അവശേഷിക്കും എന്നാണ് ആധുനിക ശാസ്ത്രം പോലും അതാണ് പറയുന്നത്. അങ്ങനെയുള്ള മാംസം നമ്മൾ കഴിക്കുമ്പോൾ ആ നെഗറ്റീവ് വികാരങ്ങൾ പരോക്ഷമായിട്ട് നമ്മുടെ മനസ്സിലേക്കും കടന്നുകൂടും. അത് നമ്മുടെ ഉള്ളിൽ അനാവശ്യമായ ദേഷ്യവും അശാന്തിയും നിയന്ത്രണമില്ലാത്ത ചിന്തകളും ഒക്കെ ഉണ്ടാക്കാൻ അത് കാരണമാകും. ആത്മീയതയുടെ വഴി എന്ന് പറയുന്നത് അഹിംസയുടേതാണ്. അതായത് ഒരു ജീവിയെയും വേദനിപ്പിക്കാതിരിക്കുക. ആ ഒരു ചിന്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാംസാഹാരം അതിന് വിരുദ്ധമായിട്ടാണ് വരുന്നത്. എന്നാൽ ഇതിനർത്ഥം നോൺ വെജ് കഴിക്കുന്നവർക്കൊന്നും ദൈവത്തെ പ്രാർത്ഥിക്കാൻ അർഹതയില്ല എന്നല്ല. ഭഗവാൻ എപ്പോഴും നോക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയും ഭക്തിയുമാണ്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാളും നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് ദൈവം പ്രാധാന്യം നൽകുന്നത്. പക്ഷേ നമ്മൾ ആത്മീയതയിൽ ഒരു പടി അല്ലെങ്കിൽ എല്ലാവരെക്കാട്ടും ഒരു പടി കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ധ്യാനത്തിലും യോഗയിലും ഒക്കെ ആഴത്തിലിറങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എനർജി ലെവൽ എപ്പോഴും ഉയർന്ന നിലയിൽ ആയിരിക്കണം. അതിന് സാത്വിക ആഹാരമാണ് ഏറ്റവും നല്ലത്. വലിയ യോഗികളും ആചാര്യന്മാരും നോൺ വെജ് ഒഴിവാക്കാൻ പറയുന്നത് ആഹാരത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ചത് നമ്മുടെ ആത്മീയ യാത്രയെ കൂടുതൽ എളുപ്പമാക്കും എന്നതുകൊണ്ടാണ്. നമ്മൾ നോൺ വെജ് കഴിക്കുന്നത് കുറയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കൂടുതൽ ലഘുവാകും. പ്രകൃതിയോട് കൂടുതൽ അടുപ്പം തോന്നും, കരുണ തോന്നും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമാണ്: നോൺ വെജ് കഴിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ ആത്മീയതയ്ക്ക് പുറത്താകുന്നില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി കൂട്ടുവാനും മനസ്സിന് നല്ല ഏകാഗ്രത കിട്ടുവാനും മാംസാഹാരം ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ അത് പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതോ ആണ് നല്ലത്. നമ്മുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കുവാൻ ഈ ഒരു മാറ്റം നമ്മളെ സഹായിക്കുമെന്നതിൽ നമ്മൾ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഇനിയും ഒരുപാട് ആഴമേറിയ വശങ്ങളുണ്ട്. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ ആത്മീയതയും നോൺ വെജ് ഭക്ഷണവും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്ന്. നമ്മൾ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 7 ഊർജ്ജ കേന്ദ്രങ്ങളുണ്ടെന്ന് യോഗശാസ്ത്രം പറയുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ചക്രങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും താഴെയുള്ള 3 ചക്രങ്ങളാണ് ഭൗതികമായ കാര്യങ്ങളെ, അതായത് വിശപ്പ്, ഭയം, ഉറക്കം, ലൈംഗികത ഇവയൊക്കെ നിയന്ത്രിക്കുന്നത്. നമ്മൾ മാംസാഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ഊർജ്ജവും ഈ താഴത്തെ ചക്രങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകും. എന്നാൽ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ മുകളിലെ ചക്രങ്ങളിലേക്ക്, അതായത് ഹൃദയത്തിലേക്കും ബുദ്ധിയിലേക്കും ഒക്കെ ഉയർത്തുന്ന പ്രക്രിയയാണ്. മാംസാഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം
ആ കനത്ത ആഹാരം ദഹിപ്പിക്കാൻ ഒരുപാട് പാടുപെടുന്നത് കൊണ്ട് ഈ ഊർജ്ജം മുകളിലേക്ക് ഉയരില്ല. അതുകൊണ്ടാണ് ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ മനസ്സ് അലഞ്ഞു തിരിയുന്നതും പെട്ടെന്ന് ഉറക്കം വരുന്നതും. ഇനി ഒരു പ്രധാന കാര്യം, പലരും ചിന്തിക്കുന്നത് മൃഗങ്ങളെ കൊല്ലുന്നത് ഒരു പാപമായതുകൊണ്ടാണ് ആത്മീയതയിൽ നോൺ വെജ് ഒഴിവാക്കുന്നത് എന്നാണ്. അത് ഒരു വശമാണെങ്കിൽ പോലും അതിനേക്കാളും വലിയൊരു ശാസ്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മളൊരു ജീവിയെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ആ ജീവിക്ക് വലിയ പേടിയും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് അതിൻ്റെ ശരീരത്തിൽ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ ഭയങ്കരമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഹോർമോണുകൾ ആ മാംസത്തിൽ ലയിച്ച് ചേരുകയാണ്. നമ്മൾ എത്ര നന്നായി വേവിച്ച് കഴിച്ചാലും ഈ കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലെത്തും. ഇത് നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുകയും നമ്മുടെ ഉള്ളിൽ അനാവശ്യമായ ഭയവും വെറുപ്പും ദേഷ്യവും കാമ ഉണർച്ചകളും ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് നമ്മൾക്ക് പോലും അറിയില്ല. പക്ഷെ അതിൻ്റെ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. പൂജാമുറിയെക്കുറിച്ചും വിളക്ക് കൊളുത്തുന്നതിനെക്കുറിച്ചും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടുകളിലെ പൂജാമുറി എന്ന് പറയുന്നത് ഒരു പ്രത്യേക എനർജി ഫീൽഡാണ്. ദിവസവും മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ദീപം തെളിയിക്കുമ്പോഴും അവിടെ ഒരു പോസിറ്റീവ് കാന്തിക വലയമാണ് രൂപപ്പെടുന്നത്. നമ്മൾ നോൺ വെജ് കഴിച്ച് ആ ശരീരത്തോടെ അവിടെ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ താമസിക ഊർജം ആ മുറിയിലെ പോസിറ്റീവ് ഊർജത്തെ ബാധിക്കും. അതുകൊണ്ടാണ് പഴയ ആളുകൾ പറയുന്നത് നോൺ വെജ് കഴിച്ചാൽ ആ ദിവസം പൂജാമുറിയിൽ കയറരുത് എന്ന്. ഇത് ദൈവത്തിന് ദേഷ്യം വരും എന്നതുകൊണ്ടല്ല, മറിച്ച് അവിടുത്തെ ഊർജ്ജ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഇനി രുദ്രാക്ഷത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, രുദ്രാക്ഷം എന്ന് പറയുന്നത് കേവലം ഒരു മാലയല്ലത്. അത് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് തരംഗങ്ങളെ സ്വീകരിക്കുന്ന ഒരു ആൻറ്റിന പോലെയാണ്. നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഈ രുദ്രാക്ഷം വലിച്ചെടുക്കും. അങ്ങനെ വന്നാൽ രുദ്രാക്ഷത്തിൻ്റെ പവിത്രതയും ശക്തിയും കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് മാംസാഹാരം കഴിക്കുന്ന സമയത്ത് അത് ഊരി മാറ്റി വെക്കണം എന്ന് പറയുന്നത്. സാളഗ്രാമത്തിൻ്റെ കാര്യം ഇതിലും പ്രധാനപ്പെട്ടതാണ്. സാളഗ്രാമം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ്. അത് ഇരിക്കുന്ന സ്ഥലം തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിന് തുല്യമാണ്. അതുകൊണ്ട് അവിടെ പൂർണ്ണമായ ഒരു സാത്വികമായ അന്തരീക്ഷം ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. നോൺ വെജ് പാകം ചെയ്യുന്ന വീടുകളിൽ സാളഗ്രാമം വെച്ചാൽ അത് കുടുംബത്തിന് കടുത്ത ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ചുരുക്കത്തിൽ നമ്മൾ ആത്മീയമായിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആഹാര രീതികളിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്തകളെയും, ചിന്തകൾ നമ്മുടെ സ്വഭാവത്തെയും, സ്വഭാവം നമ്മുടെ ജീവിതത്തെയുമാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നല്ല ചിന്തകളും സമാധാനവുമുള്ള ഒരു ജീവിതം വേണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ നൽകണം. നമ്മുടെ ആചാരങ്ങൾ വെറും അന്ധവിശ്വാസങ്ങളല്ല, അവയുടെ പിന്നിൽ വലിയ ശാസ്ത്രമുണ്ടെന്ന് മനസ്സിലാക്കി വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സനാതനധർമ്മത്തിലെ ഇത്തരം ആചാരങ്ങൾക്ക് പിന്നിലുള്ള ശാസ്ത്രീയ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കുമുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ആത്മീയവും ശാസ്ത്രീയവുമായ അറിവുകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ആ ബെൽ ഐക്കോൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ ഒന്നുപോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇനിയും നിങ്ങൾക്ക് അറിയേണ്ട സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.